നാടകം കളിക്കാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോയ ഒരാളാണ് ഞാൻ. കലോത്സവം വരാൻ വേണ്ടി മാത്രം അമ്മയുടെ ഓട്ടോയുടെ മുകളിൽ സെറ്റൊക്കെ കെട്ടി നാടകങ്ങൾ കളിക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി അപ്പീലും വാങ്ങിച്ച് നാടകങ്ങൾ കളിച്ച് നടന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ രണ്ടുപേരും അഭിനയത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു നാടകങ്ങളുണ്ടായിരുന്നു, ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, ഈ സിനിമ സൊസൈറ്റി പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് സക്കറിയ വരുന്നത്. അതേസമയം ഒരു തമാശകളുടെ ലോകത്തു നിന്നാണ് അശ്വിൻ സിനിമകളിലേക്ക് വരുന്നത്. ഇത് രണ്ടും രണ്ട് വൈബിലേക്ക് വരുന്നൊരു സംഗതിയാണല്ലോ, രണ്ട് പശ്ചാത്തലങ്ങളും. പക്ഷെ ഇത് രണ്ടും ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു, ഒരു സ്ഥലത്ത് അത് കൂട്ടിമുട്ടുന്നു, നിങ്ങൾ ഒന്നിച്ച് യാത്രയാവുന്നു. ഈ ഒരു ഫീല്, ഈ ക്ലബിങ് ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നത്, അതെങ്ങനെയായിരുന്നു? ഞാൻ ഓപ്പണായിട്ട് ചോദിക്കാം. അല്ല, പിന്നെ നമ്മളെല്ലാവരും ഒന്നിപ്പിക്കുന്നത് സിനിമയാണ്. അതാണ് അതിൽ ഈ തമാശ അല്ലെങ്കിൽ ഈ നാടകം അങ്ങനത്തെ വ്യത്യാസമില്ല. നാടകത്തിനകത്ത് തമാശയില്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ച തമാശ എന്ന് ഉദ്ദേശിച്ചത് ഇപ്പൊ കുറച്ചുകൂടെ പുതിയ മാധ്യമങ്ങളുടെ സാധ്യത ഉപയോഗപ്പെടുത്തിയിട്ട് വരുന്നതാണ്. നാടകം എന്ന് പറയുന്നത് മറ്റൊരു രീതിയാണ്. സത്യം പറഞ്ഞാൽ നാടകക്കാരനാണ് ഞാൻ. തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് പഠിച്ചത്. അപ്പൊ ഞാൻ തിയേറ്റർ പേഴ്സൺ ആണ്. ഞാൻ സ്കൂൾ കലോത്സവങ്ങൾ നാടകം കളിച്ച് നാടകം കളിക്കാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോയ ഒരാളാണ് ഞാൻ. കലോത്സവം വരാൻ വേണ്ടി മാത്രം അമ്മയുടെ ഓട്ടോയുടെ മുകളിൽ സെറ്റൊക്കെ കെട്ടി നാടകങ്ങൾ കളിക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി അപ്പീലും വാങ്ങിച്ച് നാടകങ്ങൾ കളിച്ച് നടന്ന ഒരാളാണ് ഞാൻ. ആഗ്രഹത്തിൻ്റെ പേരിലാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകുന്നത്. അവിടെ നിന്ന് എനിക്ക് സ്ട്രഗിൾ ചെയ്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഇറങ്ങിയിട്ട് പിന്നീട് സിനിമ, ആ സമയത്തും ഞാൻ സിനിമ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സക്കറിയൊക്കെ അറിയാം, ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞതിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉത്തരം ഈ പറഞ്ഞ പോലെ സിനിമ എന്നുള്ളത് മാത്രമാണ്. അതിലപ്പുറം വേറെ സെക്ഷനൊന്നുമില്ല. കാരണം ഞാൻ വേറെ തരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരാളാണ്, സക്കറിയൊക്കെ അതുപോലെ വേറെ തരത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ആളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ പണ്ട് തൊട്ടേ ശ്രമിക്കുന്നുണ്ട്, പല രീതിയിൽ എല്ലാ ദിവസവും ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ അത് സത്യമാണ്, അതിൽ നമ്മൾ സിൻസിയർ ആണെങ്കിൽ ഉറപ്പായിട്ട് എത്തും. അതിൻ്റെ റീസണാണ് ഇതിപ്പോൾ ഞാൻ ഇരിക്കുന്നത്. സിനിമയോടുള്ള സ്നേഹം നമുക്ക് എനിക്ക് തോന്നില്ല അത് നിർവചിക്കാൻ പറ്റും എന്നുള്ളത്. നമുക്കത് അറിയുണ്ടാവും. പല സിനിമ സ്നേഹമുള്ള ആളുകളോട് ചോദിച്ചാൽ എന്താണ് നിങ്ങളിതിലേക്ക് അടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആവുന്നതൊക്കെ ഇതിൻ്റെ പുറത്താണല്ലോ. നമ്മൾ ആദ്യം സിനിമയിലാണ് നമ്മൾ വന്നിട്ട് എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് ആവുന്നതും ആ രീതിയിൽ. അപ്പം അത് ഈ പറഞ്ഞ പോലെ അത് നിർവചിക്കാനാവാത്ത ഒരു സ്നേഹമായതുകൊണ്ട് ആ സ്നേഹം ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്വാഭാവികമായി വരുന്നതാണ്. സത്യം, അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതെ, അത് ഉണ്ടായി വരുന്നതാണ്. മറ്റേ